നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വേനൽ എത്തുന്നതിന് മുൻപ് ചൂട് കാരണം ഇരിക്കാൻ വയ്യാത്ത സാഹചര്യമാണ്. AC-യും ഫാനും ഓഫാക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഉഷ്ണം അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ സാധ്യതയില്ലെന്നാണ് ചില പഠനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. വരുന്ന 15 വർഷത്തിനിടെ 0.5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന്, 2060 അത് 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമെന്നുമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രവചിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ ഏജൻസികളായ ജിയോ ഹസാർഡ് സൊസൈറ്റി, വുഡൽ ക്ലൈമറ്റ് റിസർച്ച് സെന്റർ എന്നിവയുമായി ചേർന്ന് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. പഠനത്തെ അടിസ്ഥാനമാക്കി ദുരന്ത നിവാരണ അതോറിറ്റി ശില്പശാല നടത്തി. ദുരന്ത നിവാരണ ആരോഗ്യ വകുപ്പുകൾ ഇത്തരം ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ പഠനം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. മാർച്ച് 7 വ്യാഴാഴ്ച വരെ നിലവിലെ താപനിലയിൽ മാറ്റമില്ലാതെ തന്നെ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ ഇന്ന് കനത്ത ചൂടുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. കൊല്ലം, കോട്ടയം, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ നേരിയ മഴയും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്.